കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശ ചടങ്ങുകൾ 2026 ജൂലൈ 8 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ അതിവിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് കലശ സമിതി ഭാരവാഹികൾ തൃശൂർ ഓൺലൈൻ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തോടനുബന്ധിച്ച് കൈപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ ദ്രവ്യകലശം ജൂലൈ 8 മുതൽ 13 വരെയും ബ്രഹ്മകലശം ജൂലൈ 13 തിങ്കളാഴ്ച രാവിലെ 8:30 നടക്കുകയാണ്. ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമാണ് പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും വൈദിക ആചാരങ്ങളോടും കലാസാംസ്കാരിക പരിപാടികളോടും കൂടി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നത്. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷമാണ് കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശം നടക്കുന്നത്. ഇതിനു മുമ്പ് 14 വർഷം മുമ്പാണ് നവീകരണ കലശം നടന്നിരിക്കുന്നത്. നവീകരണ കലശം 2026 ജൂലൈ മാസം 8-ാം തീയതി, അതായത് ഇന്ന് ആരംഭിക്കുകയാണ്. ഇതിന്റെ പ്രതിഷ്ഠ ജൂലൈ 15 ബുധനാഴ്ചയാണ് നടക്കുന്നത്. മിഥുനം 29 തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ബ്രഹ്മകലശവും മിഥുനം 31 ബുധനാഴ്ച രാവിലെ 6:55 മുതൽ 7:21 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 2025 ഒക്ടോബർ 21 നടന്ന അഷ്ടമംഗല പ്രശ്നത്തിൽ നിർദ്ദേശിച്ച അതിഗൗരവമുള്ളതും അടിയന്തരമായി പരിഹരിക്കേണ്ടതുമായ ഭഗവതി ക്ഷേത്രം ശ്രീകോവിൽ പുനർനിർമ്മാണം പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച മുകൾ ഭാഗം ചെമ്പോലമേഞ്ഞാണ് പൂർത്തീകരിച്ചത്. ഒപ്പം തന്നെ ഉപദേവതകളായ ശാസ്താവിൻ്റെയും ദുർഗയുടെയും ശ്രീകോവിൽ നവീകരണവും ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്തുള്ള റോഡിന് അഭിമുഖമായി അലങ്കാര ഗോപുരത്തിൻ്റെയും ചുറ്റുമതിലിൻ്റെയും നിർമ്മാണവും ക്ഷേത്ര ചുറ്റമ്പലം, നടപ്പുര, പാലത്തറ, ഊട്ടുപുര, ക്ഷേത്രക്കുളം, ഓഫീസ് എന്നിവയുടെ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നവീകരണ കലശത്തോടനുബന്ധിച്ച് അതിവിപുലമായ കലാസാംസ്കാരിക പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജൂലൈ 8 ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ നിർവഹിക്കും. ഗായകൻ സന്നിധാനന്ദൻ വിശിഷ്ടാതിഥിയാകും. ജൂലൈ 9 വ്യാഴാഴ്ച വൈകിട്ട് 7 വ്യാസന്റെ ആധ്യാത്മിക പ്രഭാഷണം, തുടർന്ന് നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും. ജൂലൈ 10 വെള്ളിയാഴ്ച രാവിലെ 9:30 പൂർണ്ണേന്ദു ഭജൻസ് തൃശൂർ അവതരിപ്പിക്കുന്ന ഭജൻ, നൃത്തസംഗീതോത്സവം എന്നിവ നടക്കും. ഉദ്ഘാടനം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. ജൂലൈ 11 ശനിയാഴ്ച വൈകിട്ട് 5:30 ഗോപുര സമർപ്പണം ബ്രഹ്മശ്രീ കുറൂർ കൃഷ്ണൻ ഭട്ടതിരിപ്പാട് നിർവഹിക്കും. തുടർന്ന് 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഥമ ഭൈരവി പുരസ്കാരം പത്മഭൂഷൺ ഡോക്ടർ KS ചിത്രയ്ക്ക് കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ സമർപ്പിക്കും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ കുറൂർ കൃഷ്ണൻ ഭട്ടതിരിപ്പാട്, പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ജീവൻ R മേനോൻ, RLV ആനന്ദ് എന്നിവർ വിശിഷ്ടാതിഥികളാകും. ജൂലൈ 12 രാവിലെ 9 മണിക്ക് ആതിരോത്സവത്തിന്റെ ഉദ്ഘാടനം നടൻ TG രവി നിർവഹിക്കും. 8 ഗൗരീശങ്കരം ഭജൻസിന്റെ ഭജന നടക്കും. ജൂലൈ 13 രാവിലെ 10:30 ചാക്യാർകൂത്ത്, വൈകിട്ട് 7:45 നാഗദിഗംബരി എന്നിവ അരങ്ങേറും. ജൂലൈ 15 രാവിലെ 9 കുമാരി ആശാ സുരേഷിന്റെ സോപാന സംഗീതാർച്ചനയും വൈകിട്ട് 5:30 പരക്കാട് തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറും. വൈകിട്ട് 7:45 വീരനാട്യം ഉണ്ടായിരിക്കും. നവീകരണ കലശവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം മുതൽ എല്ലാ ദിവസവും 3 നേരവും അന്നദാനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരു നേരം ഏകദേശം 2000-ഓളം ആളുകൾ ഈ അന്നദാനത്തിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ അരങ്ങിന്ന് ഉണരുകയാണ്. അതോടൊപ്പം തന്നെ ഊട്ടുപുരയും ഇന്ന് ഉണരുകയാണ്. അപ്പോൾ അരങ്ങും കൂടി ഉണരുകയാണ്. അതോടുകൂടി ആ ഒരു നാട് മുഴുവൻ ഒരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു നാട്ടിലെ ഏകദേശം 600-ഓളം കുടുംബങ്ങളാണ് ഞങ്ങൾ ഈ കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തട്ടകത്തിലുള്ളത്. ഈ 600-ഓളം കുടുംബങ്ങളുടെ ആരാധനാമൂർത്തിയായ ഭഗവതിയുടെ ഏറ്റവും ചൈതന്യ ആയി കാണുന്നതിന് വേണ്ടിയുള്ള മുഹൂർത്തത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അതോടൊപ്പം എല്ലാ ഭക്തജനങ്ങളെയും, നാട്ടുകാരെയും, കലാപ്രേമികളെയും, സഹൃദയരെയും എല്ലാവരെയും ആ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കാൻ കൂടി ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. തൃശൂർ ഓൺലൈൻ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൈപ്പറമ്പുകാവ് നവീകരണ കലശ സമിതി ഭാരവാഹികളായ പ്രകാശ് മണ്ണൂർ, PR ആനന്ദ്, വിജീഷ് MR, അജയൻ നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു. ATK ന്യൂസ്, തൃശൂർ.